ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പൊ നമുക്ക് ഓച്ചറ അമ്പലം വരെ പോവാട്ടോ. ഞാനും ചേട്ടായും കുഞ്ഞുമണിയും കൂടെ ആണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ്. അതെ, കുഞ്ഞുമണി എല്ലാവർക്കും ഇൻട്രോ തരുവാണ് കേട്ടോ, ഹായ് പറയാണേ. അപ്പൊ ഇതാണ് കേട്ടോ എന്റെ ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി കേട്ടോ. ബസ്സിൽ നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. ചേട്ടാണെങ്കിൽ ബാക്കിലെ സീറ്റിൽ ഇരിക്കുകയാണ്. ഞാനും കുഞ്ഞുമണിയും കൂടെ ആണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അതേ അമ്പലത്തിൽ എത്തി കേട്ടോ. അമ്പലത്തിൽ തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആണെങ്കിൽ ഇപ്പൊ മലയ്ക്ക് വന്ന സീസൺ ആയതിനെ കൊണ്ട് സ്വാമിമാരാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും മീനാക്ഷിയും കുഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അങ്ങനെ ഗണപതി അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് ഇറങ്ങിട്ടോ. അച്ഛനും കുഞ്ഞുമണിയും കൂടെ ഇവിടെ നടക്കാണ്. കുഞ്ഞുമണിയുടെ ചെരുപ്പ് പോയി കൊടുത്തേട്ടോ. മണ്ണല്ലേ, അപ്പൊ മണ്ണിൽ കുറച്ച് നടക്കട്ടെ എന്ന് വിചാരിച്ചു. 12 വിളക്ക് കഴിഞ്ഞിട്ടും കടകളൊന്നും അങ്ങനെ പോയിട്ടില്ല കേട്ടോ. 41 വരെ കാണും ഇവിടെ കടകളൊക്കെ. റൈഡ് മാത്രമേ ഉള്ളൂ കേട്ടോ പോയിട്ടുള്ളത്. കടകളൊക്കെ ഉണ്ട്, നല്ല കളക്ഷൻസും ഉണ്ട് കേട്ടോ. കമ്മലിന്റെ മലയുടെതൊക്കെ. ശിവമോൾ ഇച്ചിരി ജാടയിട്ടിരിക്കുകയാണ് കേട്ടോ. വേറൊന്നല്ല, ഇപ്പൊ വല്ലപ്പോഴും അല്ലേ കാണുന്നുള്ളൂ. കാണാതിരുന്ന് കാണുമ്പോൾ ഉള്ളൊരു ഇത്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നേർച്ച ഉണ്ടായിരുന്നു. വേറൊന്നല്ല കേട്ടോ, 2 ആൾ രൂപ വാങ്ങി കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ആൾ രൂപ ഒക്കെ വാങ്ങി കൊടുത്ത് ഒരുമല സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ നല്ല രീതിക്ക് തിരക്കുണ്ട് കേട്ടോ സാമാരുടെ. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് കെട്ടി നിറയ്ക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ആൾ രൂപം ഇവിടുത്തെ. കുഞ്ഞുമണിക്ക് പിന്നെ മണ്ണിലിറക്കി ഇട്ടാ പിന്നെ ഓടണം ചാടണം. അങ്ങനെ ഞങ്ങളത് തൊഴുതിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ശിവമോളെ ചേട്ടാ എടുത്തേക്കാണ് കേട്ടോ. എന്റെ മീനാക്ഷി വന്ന് എല്ലാവർക്കും ഒരു ഹായ് ഒക്കെ കാണിച്ചിട്ട് പോയേ. മീനാക്ഷി എന്നുള്ളത് വീട്ടിൽ വിളിക്കുന്ന പേരാണ് കേട്ടോ. ഞങ്ങളുടെ 2 പേരുടെയും പേര് വീണാന്ന് തന്നെയാണ് കേട്ടോ. അങ്ങനെ തൊഴിലിട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും കുറെ സാമാരെ കണ്ടു കേട്ടോ. അവര് കെട്ടുനിറയ്ക്കലും തേങ്ങ ഉടയ്ക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ശിവമോൾ ഞാൻ എടുത്തു കേട്ടോ. ആദ്യമൊന്നും വന്നില്ല, കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ ഒരുവിധ സമാധാനപ്പെടുത്തിച്ചൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ തൊഴിലിട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും ചേട്ടായിക്ക് ഒരു ആഗ്രഹം, തത്തയെ കൊണ്ട് ചീട്ടെടുപ്പിക്കണമെന്ന്. അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. 6 മാസം ചെയ്യുന്ന ജോലി 6 ദിവസത്തേക്കുള്ള ചെയ്ത് കൊടുക്കും. എത്ര വന്നാലും തികയത്തില്ല. അങ്ങനെ ഇങ്ങനെയുള്ള അലറ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും ഇവിടെ ശിവയും കുഞ്ഞുമണിയായിട്ട് ഇവിടെ ഉമ്മോടിപ്പം നടന്നുകൊണ്ടിരിക്കുക അത്രയും വലിയ കാര്യത്തിന്റെ ഇടയിൽ. എനിക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചാൽ എല്ലാത്തിനകത്ത് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ചെറിയ ചെറിയ രീതിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, എന്നും അമിതമാവരുതല്ലോ. അതിനൊക്കെ ശേഷം ഞങ്ങൾ ചായയും കോളിഫ്ലവറും വാങ്ങി കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അച്ഛനും മോളും കൂടെ തമ്മിലുള്ള അടിയാണ് കേട്ടോ. ചേട്ടാ അതിന് കഴിക്കാത്തപ്പോഴത്തേക്ക് വേണ്ട എടുക്കണ്ട, ഞാൻ എടുത്തോളാന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ കാണുന്നത്. പിന്നെ കുഞ്ഞുപിള്ളേരെ കാട്ടി കഷ്ടമാണ് കേട്ടോ. കുഞ്ഞുമായിട്ട് വഴക്കുണ്ടാക്കാൻ നിൽക്കും. വീഡിയോ എടുത്തപ്പോഴത്തേക്ക് മീനാക്ഷിക്ക് നാണം വന്നു കേട്ടോ. മീനാക്ഷി ആരാണെന്ന് വെച്ചാൽ ഞങ്ങൾ അനിയന്റെയും ചേട്ടന്മാരുടെയും ഭാര്യമാരാണ് കേട്ടോ. ചേട്ടായാണ് മൂത്തത്, ഞാൻ ചേട്ടത്തിയമ്മയാണ് കേട്ടോ. മീനാക്ഷിയുടെ കണ്ട ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള സമയമായിട്ടോ. മീനാക്ഷിക്കും കുഞ്ഞിനും ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ് കയറിയപ്പോഴത്തേക്ക് ശിവമോക്ക് ഒരു കളിയും ചിരിയും ടാറ്റ പറച്ചിലൊക്കെ ആയിട്ടോ. പുള്ളിക്കാരിക്ക് ബസ് കയറിയപ്പോഴത്തേക്ക് നല്ല രീതിക്ക് സന്തോഷമായിട്ടോ. കളിയായി ചിരിയായി ടാറ്റ പറച്ചിൽ എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി എന്നുള്ളതായിട്ടോ. അങ്ങനെ ഇവിടെ ചേട്ടത്തി അനിയത്തിയും തമ്മിലുള്ള ടാറ്റ പറച്ചിലാട്ടോ നിങ്ങൾ ഇവിടെ കാണുന്നത്, യാത്ര പറച്ചിലും. അങ്ങനെ മീനാക്ഷിയൊക്കെ പോയിട്ടോ. അതിനുശേഷം ഞങ്ങളും ബസ് കയറാൻ വേണ്ടി വന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഒരു 1.25 മണിക്കൂറിന് ശേഷമാട്ടോ ഞങ്ങൾക്ക് കൊല്ലത്തേക്കുള്ള ബസ് കിട്ടിയത് തന്നെ. നിന്ന് നാട്ടുപൊടിഞ്ഞു മനുഷ്യന്റെ. അങ്ങനെ ബസ് കയറിയപ്പോഴത്തേക്കും കുഞ്ഞുമണി നല്ല രീതിക്ക് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുമണി അങ്ങ് ഉറങ്ങി. ഞങ്ങളൊരു കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തൊരു വീഡിയോ ഇട്ട് കാണാൻ. ടാറ്റ ബൈ ബൈ, സീ യു.